പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് സഹായകരമായ ചില കാര്യങ്ങൾ നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഭൗതികമായ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും ഇന്നത്തെ ഈ ഒരു സന്ദേശത്തിൽ ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെ തന്നെയാണ് ഈ സന്ദേശം മുഴുവനായിട്ട് പോകുന്നത്. താല്പര്യമുള്ളവർ മുഴുവനും ശ്രദ്ധിക്കുക. നമ്മളുടെ ഈ വിശ്വാസത്തിൻ്റെയൊക്കെ ദീർഘകാല യാത്രകളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീക വളർച്ചയുണ്ട്. ശരിയല്ലേ? നമ്മൾ യേശു ക്രിസ്തുവിനെ അറിയുന്നത് മുതൽ ഓരോ നാളുകളിലും നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമുക്കുണ്ടാകേണ്ടുന്നത് ഒരു ആത്മീക വളർച്ചയാണ്. ആ ഗ്രാഫ് താഴേക്കല്ല, ആ ഗ്രാഫ് മുകളിലേക്കാണ് പോകേണ്ടുന്നത്. പക്ഷേ പല സമയങ്ങളിലും നമ്മൾ ശ്രദ്ധാപൂർവം നോക്കിയ ഈ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ഗ്രാഫ് പലപ്പോഴും ഇങ്ങനെ കയറിയും ഇറങ്ങിയാണ് പല സമയങ്ങളിലും പോകാറുള്ളത്. ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പം നമ്മൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പരാജയത്തിൻ്റെ കാരണങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക എന്നുള്ളത്. ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ദൈവവചനത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തിൽ അതിനെ പ്രായോഗികമാക്കുവാനായിട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. നമ്മൾ ഇന്ന് ചുറ്റുപാടുമുള്ള ആത്മീക സമൂഹത്തിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിൽ പ്രയാസപ്പെട്ട് ഒരു ആത്മീക വർധനവ് ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിയാതെ ഇങ്ങനെ താഴോട്ട് പോകുന്ന ഒത്തിരി പേരെ, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വല്ലാത്ത സങ്കടത്തിൽ നിൽക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇന്ന് ഈ ഒരു തിരുവചന സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ജീവിതത്തിൻ്റെ അകത്തെ ചില കുറവുകൾ, ചില പാളിച്ചകൾ മനസ്സിലാക്കി തരട്ടെ. അതിന് സഹായകമായ ഒരു ഭാഗമാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരിപ്പാൻ. അങ്ങനെയാണ് ആ വാക്യം പോകുന്നത്, ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരിപ്പാൻ. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് യു വിൽ നോട്ട് ബിക്കം വിയറി ആൻഡ് ലൂസ് ഹാർട്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥമായ ട്രാൻസ്ലേഷൻ നിങ്ങൾ ക്ഷീണിച്ച് തളർന്ന് നിങ്ങളുടെ ഹൃദയം തന്നെ നിങ്ങളുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് ആരോടാണ്? എബ്രായ ലേഖനം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ യഹൂദ മതത്തിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം തള്ളിക്കളഞ്ഞിട്ട് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം ജനത. അവര് കാലങ്ങളിൽ അവർക്ക് എന്തു പറ്റി? എന്തൊക്കെയോ ചില ചിന്തകൾ, എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് കയറി അവരുടെ ആ ഒരു വളർച്ചയിൽ നിന്ന് അവർ പിറകിലേക്ക് പോയി എന്ന് മാത്രമല്ല, യഥാർത്ഥമായിട്ട് പറഞ്ഞാൽ ആത്മീയമായ മന്ദത അവരെ ബാധിച്ച് അവരൊരു പിന്മാറ്റത്തിൻ്റെ വക്കിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കി ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് സംസാരിച്ച് പ്രബോധിപ്പിച്ചെഴുതുന്നതാണ് ഈ എബ്രായ ലേഖനം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവന്നാലും ഇതിൻ്റെ അകത്തെ പല കാര്യങ്ങളും ഇന്നത്തെ ഒരു കാലത്തിൽ വളരെ ആപ്ലിക്കബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കേണ്ടതിന് ക്ഷീണം, മടുപ്പ് ഈ ഒരു കാര്യമാണ്. ഞാൻ ഈ എബ്രായ ലേഖനം പഠിച്ചപ്പം എനിക്ക് അവരെ പുറകിലോട്ട് പോയ സാഹചര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അവര് ഒഴുകിപ്പോകുന്ന ഒരവസ്ഥ അവർക്കുണ്ടായി. അടുത്തത് രക്ഷയുടെ വിലയെ അവർക്കറിയാൻ കഴിയാതെ പോയി. പഴയ നിയമ ഇസ്രായേലിന് പറ്റിയ ഒരു വല്ലാത്ത ഒരവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുപോലെയുള്ള ചില ഭാഗങ്ങൾ നമ്മൾ കണ്ടു. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്നവർ ആത്മീയത്തിന്റെ ബാലപാഠങ്ങളിൽ നിൽക്കുന്നു. കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല. കൈകൾ തളർന്നു, കാലുകൾ കുഴഞ്ഞു, ഓട്ടത്തിൽ സ്ഥിരതയില്ലാതെയായി. ഇത് ഇവർക്ക് മാത്രമല്ല. നമ്മൾ ചിന്തിക്കും അവർക്ക് മാത്രമേ ഉള്ളൂ എന്ന്. ഒരിക്കലും അല്ല, അവർക്ക് മാത്രമല്ല. കാരണം ഗലാത്യ ലേഖനത്തിൻ്റെ അകത്ത് ഒരു ഭാഗം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, പക്ഷേ സത്യം അനുസരിക്കാതെ ഇരിപ്പാൻ നിങ്ങളെ തടുത്തു കളഞ്ഞത് ആരാണ്? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് ഇപ്പോൾ അവസാനിപ്പിക്കുകയാണോ? കണ്ടോ, ഗലാത്യ ലേഖനത്തിൻ്റെ അവസ്ഥ അതാണ്. എബ്രായ ലേഖനത്തിൽ എഴുതുമ്പോൾ ഇതാണ് അവസ്ഥ. ലവോദിക്ക സഭയുടെ അവസ്ഥ ആത്മീയ നഗ്നതയായിരുന്നു. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ നമ്മൾ ആ വചനത്തിൻ്റെ അകത്ത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് വളരെ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു ഭാഗം മാത്രം, എല്ലാം നമുക്ക് പറയാനായിട്ട് പറ്റില്ല.
ധാരാളം സന്ദേശങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. അപ്പം നമുക്ക് ഡെയിലി ഒരു ഡിവോഷണൽ മെസ്സേജ് ആണല്ലോ ഇത്. അപ്പം നമുക്കൊന്ന് കാണാനും നമ്മളെ തന്നെ ഒന്ന് ഉണരാനും ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് സഹായകരമായി തീരട്ടെ. പെട്ടെന്ന് ഞാൻ പറയാം. 12-ാം അധ്യായം ആരംഭിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്നൊക്കെ താഴോട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും എറിഞ്ഞു കളയണമെന്നാണ്. 2 കാര്യങ്ങളാണ് പറയുന്നത്. സകല ഭാരം മുറുകെ പറ്റുന്ന പാപം. ഈ പാപത്തെയും ഭാരത്തെയും ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പോൾ 2ആയിട്ട് തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമില്ലേ? ബേർഡൻ ആൻഡ് എൻറ്റാങ്കിൾഡ് സിൻ എന്നാണ്, അല്ലെങ്കിൽ സിൻ ദാറ്റ് എൻറ്റാങ്കിൾസസ്, നമ്മളെ മുറുകെ പിടിക്കുന്ന പാപം 2ആയിട്ടാണ്. അപ്പൊ ഈ പാപവും ഭാരവും 2ആണ്. ഞാൻ പാപത്തെക്കുറിച്ചല്ല ഇന്ന് പ്രസംഗിക്കുന്നത്, കാരണം ഈ മുറുകെ പറ്റുന്ന പാപത്തെക്കുറിച്ച് ഞാൻ മുമ്പ് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. എന്താണ് മുറുകെ പറ്റുന്ന പാപങ്ങൾ? പാപവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം മെസ്സേജുകൾ നമ്മുടെ ഈ ചാനലിൻ്റെ അകത്തുണ്ട്, നിങ്ങളത് കേട്ടാൽ മതി. അതിൻ്റെ അകത്ത് ഞാൻ മുറുകെ പറ്റുന്ന പാപം എന്താണെന്ന് മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഓട്ടക്കാരൻ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഓടി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കാലിന് കുറുകെ ഒരു കയറിട്ടാൽ അല്ലെങ്കിൽ ഒരു ബെൽറ്റ് ഇട്ടാൽ അദ്ദേഹം ആ ഓട്ടക്കളത്തിൽ വീഴുകയും മുൻപോട്ട് പോകാൻ കഴിയാതെ വരികയും ചെയ്യും. അപ്പം അതാണ് ശരിക്കും മുറുകെ പറ്റുന്ന പാപം എന്ന് പറയുന്നത്. അപ്പം അത് നമ്മളെ പിടിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ട് കാണും, ദിനംതോറുമുള്ള പാപത്തിന്റെ വശീകരണം, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ കേട്ട് കാണുമായിരിക്കുമല്ലോ. അപ്പോൾ ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് ഭാരം, സകല ഭാരം എന്നുള്ളതാണ്. അപ്പം ഈ ഭാരങ്ങൾ എറിഞ്ഞു കളയണം. എന്താ സത്യത്തിൽ ഭാരം? ചിന്തിച്ചിട്ടുണ്ടോ ഭാരം? ഇവിടെ ഈ ഓട്ടക്കളത്തിൽ ഓടുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു വെയിറ്റ് വെച്ചുകൊണ്ട് ഓടിയാൽ എത്ര നാൾ ഓടും? എത്ര സമയം ഓടും? ഓടാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ എന്താണ് ഭാരം? വിശ്വാസത്തിന്റെ ഭാരം എന്താണ്? കാരണം താഴോട്ട് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ എന്നാണ്. ഉള്ളിൽ, ഹൃദയത്തിലാണ്. അപ്പൊ ഈ ക്ഷീണവും മടുപ്പും വരുന്ന ഇവിടെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്താണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഭാരം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന എല്ലാ തരത്തിലുള്ള അനുഭവമാണ്. ഞാൻ ധാരാളം ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പലരും അവരുടെ ആത്മീക ജീവിതത്തിന്റെ അകത്ത് പല വിഷയങ്ങളിൽ മുറിവേൽക്കപ്പെട്ടിട്ടുള്ളവരാണ്. എന്തിനാണ് മുറിവേറ്റെന്നറിയാമോ? നല്ല മനസാക്ഷി കാത്തു സൂക്ഷിച്ച് അവർ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ അവർ കാണുന്ന കാഴ്ചകൾ, ആത്മീകരല്ലാത്തവരിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ, വാക്കുകൾ കൊണ്ട് ഏറ്റ മുറിവുകൾ, കണ്ട പല കാഴ്ചകൾ അവരുടെ ഉള്ളിലേക്ക് കയറി അതൊരു ഭാരമായിട്ട് അവിടെ കിടക്കുകയാണ്. പിന്നീട് ഈ ഭാരമുള്ളത് കൊണ്ട് അവർ തീരുമാനിക്കുക, ഞങ്ങൾ ഇനിയും പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ ഇനിയും പഴയതുപോലെ പോകുന്നില്ല, എല്ലാവരും കള്ളന്മാരാണ്, ഇനി ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നൊക്കെ. അതൊരു ഭാരമായിട്ട് കിടക്കുകയാണ്. ചിലരുടെ ഉള്ളിൽ മറ്റു ചിലരോടുള്ള ഭാരങ്ങൾ കിടക്കുകയാണ്. എന്ത് ഭാരം? വേദനകൾ ഹൃദയത്തിൻ്റെ അകത്ത് കിടക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഭാരവും, ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് എന്തെങ്കിലും ഓർപ്പിക്കുന്നുണ്ടെങ്കിൽ, ഭാരമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ, ചില സംഭവങ്ങൾ, ചില ഇൻസിഡൻസുകൾ, കണ്ട ചില കാഴ്ചകൾ, പിന്നെ ആത്മീക മേഖലയിൽ ഉണ്ടായ ചില ദുരനുഭവങ്ങൾ, ഇതൊരു ഭാരമായി നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ വചനത്തിലൂടെ ദൈവാത്മാവ് പറയുകയാണ്, ആ ഭാരത്തെ എടുത്തു കളയുക. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എടുത്തു കളഞ്ഞതിന് ശേഷം നാം ചെയ്യേണ്ടുന്നത് എന്താണ്? ധൈര്യത്തോടെ ഓടുക. ഇനിയും ഈ ഭാരം വെച്ചുകൊണ്ടിരുന്നാൽ എന്തു പറ്റും? ക്ഷീണിച്ച് മടുത്തുപോകും. ക്ഷീണിച്ച് മടുത്തുപോകും എന്നുള്ളതാണ്. ക്ഷീണിച്ച് മടുത്തുപോയാൽ എന്താ സംഭവിക്കുന്നത്? ദൈവവചനം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇസ്രായേൽ ജനം പുറപ്പാട് പുസ്തകത്തിൽ അവരെ കനാനിലേക്കുള്ള അവരുടെ യാത്രയിൽ, മിസ്രൈമിൽ നിന്ന് കനാനിലേക്കുള്ള അവരുടെ യാത്രയിൽ അവർ രഫിദിമിലെത്തി. രഫിദിമിലെത്തുമ്പോൾ അമാലേക്ക് അവരെ ആക്രമിക്കാൻ വന്നു. അവിടെ ജനം വെള്ളം കിട്ടാതെ ദൈവത്തോട് പിറുപിറുത്ത് ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ അമാലേക്ക് വന്ന് ചിലരെ കൊന്നുകളഞ്ഞു. ഇതിൻ്റെ വ്യക്തമായ ഒരു വ്യാഖ്യാനം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ആ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ക്ഷീണിച്ചും തളർന്നും പോയി ജനം പോയപ്പോൾ
പിന്നണിയിലുള്ള ബലഹീനരെ അമാലേക്ക് സംഹരിച്ചു. ക്ഷീണവും തളർച്ചയും ആത്മീയമായി നമ്മളെ ബലഹീനരാക്കും. നമ്മുടെ വിശ്വാസത്തിൻ്റെ യാത്രകളിൽ നമ്മളെ പിറകിലേക്ക് കൊണ്ടുപോകും. അമാലേക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? ശത്രുവാണ്. ശത്രുവിൻ്റെ കണ്ണുകൾ നമ്മുടെ മേൽ പതിയും. ക്ഷീണിച്ചും തളർന്നും നമ്മൾ പോയാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ പതനം നോക്കി, നമ്മളെ കിട്ടാൻ അവസരം നോക്കി എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്ഷീണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു, ദൈവാശ്രയം കുറഞ്ഞു, ദൈവവിശ്വാസം കുറഞ്ഞു, ആരാധന കുറഞ്ഞു, തീഷ്ണത കുറഞ്ഞു, വചനം കേൾക്കാനുള്ള താല്പര്യം കുറഞ്ഞു. ഇങ്ങനെ കുറയുമ്പോൾ നമ്മളിൽ അവസരം കിട്ടാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ഒരു പ്രതിയോഗിയുണ്ട്. പഴയ നിയമത്തിലെ ആ ഒരു അമാലേക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്? ഇരുട്ടിൻ്റെ ശക്തികളാണ്. അത് ഒരു ദൈവ പൈതലിൻ്റെ വീഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ്. കാരണം നമ്മൾ കൃപയിൽ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ സംരക്ഷണം അതിൽ നമുക്കുണ്ട്. ദൈവാശ്രയത്തിൻ്റെ അകത്ത്, കൃപയ്ക്കകത്താണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് പിറകിലേക്ക് പോകുമ്പോൾ അവനൊരവസരം കിട്ടുകയാണ്. അപ്പോൾ എന്തു പറ്റുന്നു? വാളിന് ഇരയായിത്തീരുന്നു. എന്ന് പറഞ്ഞാൽ നഷ്ടങ്ങൾ, തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടാകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം ഈ ഒരു സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ക്ഷീണിച്ച് തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മൾ വേഗം മടങ്ങി വരണം. എങ്ങനെ ഈ ക്ഷീണത്തെയും തളർച്ചയും മാറ്റാൻ പറ്റും? ഒന്നാമത്, ഭാരം കിടപ്പുണ്ടെങ്കിൽ എടുത്ത് കളയണം. ഇച്ചിരി പാടാ, പക്ഷെ ദൈവസന്നിധിയിലിരുന്ന് ആരോടെങ്കിലും ഭാരം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയങ്ങൾ നമ്മളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും വാക്കുകളോ സംഭവങ്ങളോ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ അതെടുത്ത് കളയുക. പരിശുദ്ധാത്മാവിനോട് അതൊന്ന് എടുത്തു മാറ്റി തരാൻ ആവശ്യപ്പെടുക. നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കാനായിട്ട് പറയുക. അടുത്തത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എബ്രായ ലേഖനത്തിൽ യേശുവിനെ നോക്കുക എന്ന് മാത്രമല്ല നമ്മൾ കാണുന്നത്. എന്താ ചെയ്യേണ്ടുന്നത്? 12 യേശുവിനെ നോക്കുക. 3-ാമത്തെ അധ്യായത്തിൽ ശ്രദ്ധിച്ചു നോക്കുക. 12 തന്നെ മറ്റൊരു വാക്യത്തിൽ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കുക. യേശുവിനെ ധ്യാനിക്കുക, ക്രിസ്തുവിനെ നമ്മൾ ശ്രദ്ധിക്കുക. ഇല്ലേ? സത്യത്തിൽ ക്ഷീണിച്ച് തളർന്നു പോകേണ്ടതാരാ? കർത്താവല്ലേ. കൂടെ നിന്നവനല്ലേ ഉറ്റിക്കൊടുത്തത്? ഇല്ലേ? അടുത്തത്, കൂടെ നിന്നവനല്ലേ പ്രാഗിയത്? സത്യമല്ലേ? കൂടെ നിന്നവരാരെങ്കിലും ക്രൂശിലേക്ക് കയറുമ്പം ഉണ്ടായിരുന്നോ? കൂടെ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഒരു സമയമെങ്കിലും എന്നോട് കൂടെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. ആ യേശുവിൻ്റെ ശിഷ്യന്മാരായി നമ്മുടെ ജീവിതത്തിലും കൂടെ നിൽക്കുന്ന പലരും മാറിയെന്നിരിക്കും, പലരും ഒറ്റിക്കൊടുത്തെന്നിരിക്കും, പലരും കൂടെ നിന്നില്ലെന്ന് വരും, പ്രാർത്ഥിക്കാൻ വിളിച്ച എടുത്തില്ലെന്നിരിക്കും, സഹായിച്ചെന്നില്ലെന്നിരിക്കും, പിന്നെ കണ്ടിട്ടും കാണാതെ പോയതായിട്ടൊക്കെ ഇരിക്കും. പക്ഷേ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ആരെയാ? യേശുവിനെയാണ്. ഹി ഈസ് ദി ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും നമ്മുടെ കാര്യങ്ങളിൽ പൂർത്തി വരുത്തുന്നവനും നമ്മുടെ കർത്താവ് തന്നെയാണ്. ആ കർത്താവിനെ നമുക്ക് ധ്യാനിക്കാം. ഇബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, നമ്മുടെ മഹാപുരോഹിതൻ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്. നമ്മളോട് സഹതാപം കാണിക്കാൻ കഴിവുള്ളവനാണ്. മനുഷ്യൻ്റെ അരികിലേക്ക് ചെന്ന ചവിട്ടിപ്പുറത്താക്കും, പക്ഷെ കർത്താവ് ഒരിക്കലും നമ്മളെ ചവിട്ടിപ്പുറത്താക്കില്ല. വാതിലുകൾ നമ്മുടെ മുമ്പിൽ അടയ്ക്കത്തില്ല. അപ്പാ, ഞാൻ ഈ ഒരു വിഷയത്തിലാണ്, ഞാൻ നിരാശപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ തള്ളിക്കളയത്തില്ല, ചേർത്ത് പിടിക്കും. അല്ലേ? തൻ്റെ ഭക്തനായ ഏലിയാവ് താണുപോയപ്പോൾ, വീണുപോയപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഏലിയാവ് ആ ചൂരച്ചെടിയുടെ ചോട്ടിൽ മയങ്ങിയപ്പോൾ കർത്താവ് ഇറങ്ങി വന്നില്ലേ? കെരീത്തിൽ കാക്ക അയച്ചെങ്കിൽ ചൂരച്ചെടിയുടെ ചൂട്ടിൽ കിടക്കുമ്പോൾ കാക്കയല്ല ദൈവം അയച്ചത്, ദൂതനെ തന്നെ ദൈവം അയച്ചു. ഇല്ലേ? എന്നിട്ട് തട്ടി ഉണർത്തിയില്ലേ? ഭക്ഷണം കൊടുത്തില്ലേ? എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചില്ലേ? ഇങ്ങനെ ജീവിതത്തിൻ്റെ എത്രയോ വേളകളിൽ ആരും സഹായിക്കാതെയും ആരും കരുതാതെയും ഇരിക്കുമ്പോഴും അവിടെ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവമല്ലേ? അതുകൊണ്ട് മടുപ്പും ക്ഷീണവുമൊക്കെ എവിടെയെങ്കിലും ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, തിരിച്ചറിയുക, ക്രൂശിൻ്റെ അരികിലേക്ക് ചെല്ലുക, ദൈവകൃപയ്ക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. മറ്റൊരു സന്ദേശവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. മറാനാഥ.